ശരിയാണ് രഞ്ജിത്ത്. നമുക്ക് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വെല്ലുവിളിയായിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ ഈ ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. 20 വർഷത്തിനിടയ്ക്ക് ശ്രീലങ്ക കണ്ട ഏറ്റവും വലിയ പ്രളയം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ദുരിതത്തിലാണ് അവിടെ ജനങ്ങൾ എന്നുള്ളതാണ്. കണ്ടെത്തിയവരെ എല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയെങ്കിലും ഇനിയും 200ഓളം പേരെ കണ്ടെത്താനുണ്ടെന്ന് പറയുന്നതും വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ അവസ്ഥയും ഭീകരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളി സൈന്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവർക്ക് ആശ്വാസം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ദുരിതാശ്വാസ സാമഗ്രികളടക്കം അങ്ങോട്ടേക്ക് മരുന്നുകളും ഭക്ഷണവും ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന ഭക്ഷണവും അടക്കം ഇന്ത്യ കപ്പലുകളിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമം നടത്തിവരികയാണ്. കൂടുതൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 43,900 45,000 മുകളിൽ ആളുകൾ വരും. അവർ വല്ലാതെ ദുരിതത്തിലാണ്. അവരിൽ പലരെയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ പരിമിതമാണ് എന്നുള്ളൊരു വലിയ പ്രശ്നം ആ രാജ്യത്ത് അനുഭവിക്കുന്നുണ്ട്. കാരണം അപ്രതീക്ഷിതമായിരുന്നു. സാധാരണയൊക്കെ ഈ മുന്നറിയിപ്പുകൾ ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ശ്രീലങ്കയ്ക്ക് നൽകിയിരുന്നു. മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ഒരു മുൻകരുതലും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. ആളുകളെയൊക്കെ ഒന്ന് ഒഴിപ്പിക്കുക, അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ശ്രീലങ്കയ്ക്ക് സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലുള്ള ഒരു രാജ്യമാണ്. അവരുടെ സംവിധാനങ്ങൾ തുലവും പരിമിതമാണ്. ഇതൊക്കെ ഈ രക്ഷാദൗത്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നത് ആണ് ഒരു പ്രശ്നം. അവിടെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ സഹായവുമായി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും മറ്റും ചെയ്തത്. ഇന്ത്യയുടെയും മറ്റും സഹായത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ കപ്പലുകളടക്കം അവിടെ എത്തിയിട്ടുണ്ട്. 3 കപ്പലുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ കപ്പലുകളെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന ശ്രീലങ്കൻ ഭരണകൂടം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോട് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. 80,000-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഈ റിലീഫ് ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ എണ്ണം ഇന്നോടുകൂടി 1.5 ലക്ഷം, ഒരുപക്ഷെ 1.25 ലക്ഷത്തിലേക്കൊക്കെ എത്തിയേക്കാം. അപ്പോൾ ഇവരുടെ ഒരു അതിജീവനമാണ് വലിയൊരു വെല്ലുവിളി. പലപ്പോഴും രോഗങ്ങൾ ചില ഭാഗങ്ങളിൽ പടർന്നു പിടിക്കുന്നതായും മറ്റും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ദുരിതത്തിലാണ് ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവർ എന്ന പ്രശ്നം കൂടിയുണ്ട്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം സാധ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. അശ്വതി. ശരി രഞ്ജിത്ത്, ഡിറ്റ്വ ബാധിച്ചത് അവിടെയാണെങ്കിലും ഇനിയുള്ള ആശങ്ക തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും കരയിലേക്ക് ചുഴലിക്കാറ്റ് എത്തില്ല എന്ന രീതിയിലുള്ള ആശ്വാസ വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വലിയ ജാഗ്രതയോടെ ഇരിക്കേണ്ട മണിക്കൂറുകളാണ് മുന്നിലുള്ളത് എന്നുള്ളതാണ്. ഇന്ന് രാത്രിയോടെ തമിഴ്നാട് തീരത്തേക്ക് എത്തും. ഏത് രീതിയിലാണ് മുന്നൊരുക്കങ്ങൾ? തീർച്ചയായും അത് ഈ ഇന്ത്യൻ തീരത്ത് ഡിറ്റ്വ നാശനഷ്ടമുണ്ടാക്കില്ല എന്നുള്ള ഒരു വിവരം കൂടി നമുക്കുണ്ട്. എങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി തമിഴ്നാട്ടിലുണ്ട്. ഡിറ്റ്വയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം തമിഴ്നാടിനെയും കേരളത്തെയും ആന്ധ്രയെയും മറ്റും ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ കേരളത്തിലെ പൊള്ളൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കണ്ട ഒരു കാലാവസ്ഥ മാറ്റമുണ്ട്. നമുക്കിങ്ങ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തും സമാനമായ മാറ്റങ്ങളുണ്ടായിരുന്നു. വലിയ മഞ്ഞ്, വലിയ കോടയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പൊള്ളൂരിലൊക്കെ 8 ഡിഗ്രിയോളമാണ് ചൂട് കുറഞ്ഞത്. അത് ഈ ഡിറ്റ്വയുടെ സ്വാധീന ഫലമായാണ് എന്നാണ് വിലയിരുത്തലുള്ളത്. തമിഴ്നാട്ടിലാകട്ടെ തീരപ്രദേശത്ത് അതീവ ജാഗ്രതയിലാണ്. ഇന്ന് രാത്രിയോടുകൂടി, ഒരുപക്ഷെ അർദ്ധരാത്രിയോടുകൂടിയൊക്കെ തമിഴ്നാട് തീരം ഡിറ്റ്വ തൊടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ മറ്റു നാശനഷ്ടങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന കനത്ത മഴ അത് ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ട ഭാഗമായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ട് ഇതിനകം പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ശ്രീലങ്കയ്ക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് കാറ്റ് നീങ്ങുന്നു എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ഡെൽറ്റ ജില്ലകൾ, തമിഴ്നാട്ടിലെ ഡെൽറ്റ ജില്ലകളിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. 54 ATR സർവീസുകൾ റദ്ദാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇൻഡിഗോ ചെന്നൈയിൽ നിന്ന് മാത്രം 36 വിമാനങ്ങൾ ഇതിനകം റദ്ദാക്കി. രാമേശ്വരത്തു നിന്നുള്ള ഒരു ട്രെയിൻ പൂർണ്ണമായും റദ്ദാക്കിയ പശ്ചാത്തലമുണ്ട്. മറ്റ് 11 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയെന്ന് അറിയിച്ചിട്ടുണ്ട്. 14 ജില്ലകളിൽ NDRF, SDRF സംഘാംഗങ്ങൾ ഇതിനകം തന്നെ തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം തീരദേശവാസികൾക്ക് നൽകിയ ഒരു പശ്ചാത്തലമുണ്ട്.
70 മുതൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ കടൽക്കാറ്റ് ഒരുപക്ഷെ ആ വേഗത്തിൽ തമിഴ്നാട് തീരത്ത് വീശും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു പക്ഷേ 90 കിലോമീറ്ററിലേക്ക് ഉയർന്നാലും അത് അത്തരത്തിൽ കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തമിഴ്നാടിനും പുതുച്ചേരിക്ക് സമീപം ഏതാണ്ട് 8 മീറ്റർ 9 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പോകുന്നതായി ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. വൈകുന്നേരം വരെ ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ഉള്ളത്. ഒപ്പം ആന്ധ്ര തീരത്തും അതീവ ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒറ്റപ്പെട്ട മഴ ചില പ്രദേശങ്ങളിൽ പെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അടുത്ത 48 മണിക്കൂറിൽ തമിഴ്നാട് തീരത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഒപ്പം നാഗപട്ടണത്ത് ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ കടലൂർ ജില്ലയിൽ മാത്രം 1 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കേന്ദ്ര സേനയും സംയുക്തമായാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ നമുക്ക് അറിയാം 2023 മിഷോങ് ചുഴലിക്കാറ്റ് തമിഴ്നാടിനെ കാര്യമായി ചുഴലിക്കാറ്റ് ചെന്നൈ നഗരത്തെയൊക്കെ കാര്യമായി ബാധിച്ച ഒരു പശ്ചാത്തലം ഇപ്പോൾ ഓർത്തെടുക്കണം. അപ്പോൾ ഈ 490 കിലോമീറ്ററോളം അകലെ ചുഴലിക്കാറ്റ് രാത്രിയിൽ നിലകൊണ്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മഴയുടെ പെയ്യത്തിലൊക്കെ അല്പം കുറവുണ്ടാകാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഗുജറാത്തിലെ വഡോദരയിലുള്ള 5 ടീമുകൾ NDRFന്റെ 5 സംഘാംഗങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എയർലിഫ്റ്റ് ചെയ്യപ്പെട്ടു. അവരങ്ങോട്ടേക്ക് തിരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും പുതുച്ചേരിയിലും ഒക്കെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ കേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കാര്യമായ മഴയുണ്ടാകും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, ചുഴലിക്കാറ്റിനെ ഭയപ്പെടേണ്ട കാര്യം ഈ സമയത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത് കര തൊടില്ല എന്നൊക്കെ പറയുമ്പോഴും ആശങ്കയുണ്ടാക്കുന്നത് ഈ കനത്ത മഴയാണല്ലോ. ന്യൂനമർദ്ദം കനത്ത മഴയായി ശക്തി പ്രാപിക്കും. ഒപ്പം കാറ്റിൻ്റെ ഇത്രയും കിലോമീറ്റർ അധികം വേഗതയിൽ കാറ്റ് വീശുമെന്ന് പറയുമ്പോൾ അത് അത്യന്തം ആശങ്കാജനകമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് അവിടേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ടോ? ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? ഈ ചില പ്രദേശങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ കടലൂർ പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ അവിടുത്തെ ഗ്രാമവാസികളെ, ആ തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് കേന്ദ്ര നിർദ്ദേശപ്രകാരം, കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും മറ്റും കടന്നിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്വതി, ഏതായാലും അശ്വതി പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ളത്, നമ്മൾ കുറച്ചുകൂടി നമുക്കറിയാം സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൊക്കെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്ന ഒരു രാജ്യവും മറ്റുമാണ്. കാരണം ഇതിനു മുൻപും 2023 തമിഴ്നാട് സമാനമായ ദുരന്തം അനുഭവിച്ച ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ കൂടെയൊക്കെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ അതിശക്തമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ അശ്വതി പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചുഴലിക്കാറ്റ് കാറ്റായി വീശി നാശനഷ്ടം ഉണ്ടാക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ വ്യാപ്തി കുറച്ചുകൂടി വർദ്ധിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കാരണമുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റമാണ്. അതിശക്തമായ മഴ, മഞ്ഞുവീഴ്ച അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ശക്തമായ മഴ ഈ തീരപ്രദേശങ്ങളെയും ഈ താഴ്ന്ന പ്രദേശങ്ങളെയും മറ്റും വെള്ളത്തിലാക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വരുന്നു. കേരളത്തിലും പുനലൂരിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒക്കെ ഇന്നലെയൊക്കെ കനത്ത കോടമഞ്ഞും മറ്റും റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. വലിയ തണുപ്പും മറ്റും രാത്രിയെന്നില്ലാതെ അല്ലെ പകലെന്നില്ലാതെ ഉണ്ടാകുന്നൊരു പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ ഇന്നും ആ സാഹചര്യം തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഈ ഡിറ്റുവ ചുഴലിക്കാറ്റിൻ്റെ ഒരു സ്വാധീന ഫലമായാണ്. അതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഈ മാറ്റങ്ങൾ. ആന്ധ്രയിലും സമാനമായി തന്നെ വലിയ മഴ തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ആളുകൾക്ക് മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ വള്ളങ്ങളും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും മഴ, അതിൻ്റെ ഒരു ആധിക്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്നത് നമുക്ക് ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും കാര്യങ്ങൾ ഇതിനകം നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. തീർച്ചയായും നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം. എന്തായാലും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളതുമാണ്. പല പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളം താഴ്ന്നിട്ടില്ല, വെള്ളപ്പൊക്കം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് വരും മണിക്കൂറുകൾ നമുക്ക് നോക്കേണ്ടത്.